ഒരു കോടതിയിൽ ഒരു കൊലക്കേസ് പ്രതിയെ വിചാരണ നടത്തുകയും ആ സെഷൻസ് കോടതി അയാളെ ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ കൊലക്കുറ്റത്തിനോ ശിക്ഷിക്കുകയും ചെയ്താൽ അയാൾ ഉടൻ തന്നെ അതിൻ്റെ മേൽക്കോടതിയിൽ അപ്പീൽ പോകും. ആ മേൽക്കോടതിയിൽ അപ്പീൽ എത്തിക്കഴിഞ്ഞ് മേൽക്കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയോ അയാളെ വെറുതെ വിടാനും തീരുമാനിച്ചാൽ അതാണ് നിയമം. ആ വെറുതെ വിടുക എന്ന ആ വിധിന്യായമാണ് നടപ്പാക്കപ്പെടുക. അല്ലാതെ നേരത്തെ കീഴ്ക്കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതല്ല നടപ്പിലാക്കപ്പെടുക. നമ്മുടെ ചാനലുകളിൽ സായാഹ്നങ്ങളിൽ വന്നിരിക്കുന്ന ആസ്ഥാന വിദൂഷകന്മാർ പറഞ്ഞ് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് 2018 കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുഷ്താഖ് പുറപ്പെടുവിച്ച ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായം അനുസരിച്ച് അതാത് സ്കൂൾ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ് പാലിക്കേണ്ടത്. അവർ നിശ്ചയിക്കുന്ന നിർണ്ണയിക്കുന്ന യൂണിഫോമാണ് കുട്ടികൾ അനുവർത്തിക്കേണ്ടത് എന്നുള്ളൊരു വാദഗതിയാണ്. ഇവിടെ 2018 മുഷ്താഖിൻ്റെ വിധിക്ക് എതിരായിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അത് മുംബൈയിലെ ആചാര്യ ആൻഡ് DK മറാഠ കോളേജിലെ 3 വിദ്യാർത്ഥിനികളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും നടത്തിയിട്ടുള്ള വിധിന്യായത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഹിജാബ്, തൊപ്പി, ബാഡ്ജുകൾ എന്നിവ കുട്ടികൾക്ക് ധരിക്കാം. അത് തടയാൻ പാടില്ല. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ തടയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഏർപ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കോളേജിൻ്റെ അഭിഭാഷക പറഞ്ഞു, മതപരമായ വേർതിരിവുണ്ടാകുന്നു, ഇന്ന മതത്തിൽപ്പെട്ടതാണ് എന്ന് കുട്ടികളെ തിരിച്ചറിയുന്ന ഒരു വിഷയമുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദ്യം ചെയ്തു. എന്താണ് കോടതി ചോദ്യം ചെയ്തത്? കോടതി പറഞ്ഞു, അതവരുടെ പേരുകൾ മൂലം തന്നെ വെളിവാകുന്ന ഒരു വസ്തുതയാണല്ലോ ഇവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നു? അപ്പോൾ കുട്ടികളുടെ പേരുകളും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമോ? എന്നാൽ പിന്നെ നമ്പറുകൾ ഉപയോഗിച്ചുകൂടെ വിദ്യാർത്ഥികൾക്ക്? ജയിലിലൊക്കെ ഉള്ളതുപോലെ നമ്പർ വെച്ചിട്ട് കുട്ടികളെ വിളിക്കുകയാണോ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യവും, നമ്പറുകൾ വെച്ചാൽ നാം മതപരമായ ഐഡന്റിറ്റി വെളിപ്പെടുകയില്ലല്ലോ എന്ന് പോലും സുപ്രീം കോടതി പറയുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.